എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്, അതായത് ഡയറക്റ്റ് ഒരു സംസാരിച്ചിട്ടുള്ള ഒരു വീഡിയോ യൂട്യൂബിൽ ഇടുന്നത് ആദ്യമായിട്ടാണ്. കുറച്ച് ഷോർട്സ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ ഡയറക്റ്റ് സംസാരിച്ചിട്ടുള്ള ഒരു വീഡിയോ ഇടുന്നത് ആദ്യമായിട്ടാണ്. സോ എൻ്റെ ചാനലെന്ന് പറയുന്നത് അഥർവ അബി ചിഞ്ചൂസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സോ ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ചാനലിനെ കുറിച്ചാണ്. അതായത് ആദ്യമായിട്ട് ഞാൻ എന്നെ പരിചയപ്പെടുത്താം. പേര് ജ്യോതിഷയാണ്. എൻ്റെ വീട് പാലക്കാടാണ്. പാലക്കാട് എന്ന് വെച്ചാൽ എൻ്റെ വീട് പാലക്കാട് വെച്ചാൽ എൻ്റെ സ്വന്തം വീട് നീലേശ്വരമാണ്. നീലേശ്വരം, കാസർഗോഡ് നീലേശ്വരം എന്ന് പറയും. അവിടെയാണ് ഞാൻ എൻ്റെ സ്വന്തം വീട്. പക്ഷേ എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നതാണ് പാലക്കാട്. ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താണെന്നറിയോ? കാരണം എൻ്റേതായിട്ടുള്ള കഴിവുകൾ, അതായത് ഞാൻ എൻ്റെ ഫാമിലി, എൻ്റെ കുഞ്ഞ്, എൻ്റെ അനുഭവങ്ങൾ അതൊക്കെ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കുറച്ച് കാലം ഞാൻ ഫസ്റ്റൊക്കെ ഞാൻ ഷോർട്സ് വീഡിയോസ് മാത്രമാണ്, അതും ഇടയ്ക്കിടയ്ക്ക് മാത്രമാണ് ഇട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ഞാൻ എന്താ പറയുക, എൻ്റെ ഒരു ജോലി ഉണ്ടായിരുന്നു. ആ ജോലി ഇപ്പോൾ ഞാൻ റിസൈൻ ചെയ്തിട്ട് എൻ്റെ കുഞ്ഞുവാവനെ നോക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. അപ്പം ഞാൻ എൻ്റേതായിട്ടുള്ള എന്തെങ്കിലും എൻ്റേതായിട്ട് ചെയ്യണം എന്നുള്ള വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ യൂട്യൂബ് തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ ഒരുപാട് തെറ്റുകുറ്റങ്ങളും ഒരുപാട് എന്താ പറയുക കുറ്റങ്ങളുണ്ടാവും. പക്ഷേ അതൊക്കെ നിങ്ങൾ ക്ഷമിച്ച് എൻ്റെ വീഡിയോസിനെ സപ്പോർട്ട് ചെയ്ത് സ്നേഹത്തോടെ അത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് തെറ്റുകൾ ഈ വീഡിയോസിൽ ഉണ്ടാവും. അതായത് മുന്നോട്ടുള്ള ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, അത് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾ ക്ഷമിച്ച് നിങ്ങളിൽ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. ഇപ്പോൾ പാലക്കാടാണ് ഞാൻ നിൽക്കുകയെങ്കിലും എൻ്റെ സ്ലാങ്ങിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അതായത് എൻ്റെ നീലേശ്വര സ്ലാങ്ങാണ് ഞാൻ സംസാരിക്കുന്നത്. കുറേ ആൾക്കാർ ഇവിടുന്ന് പാലക്കാട് നിന്ന് കുറേ ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്, നിൻ്റെ നാട് എവിടെയാണ്, നീ എവിടെയാണ് നിൻ്റെ വീട് എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഞാൻ പറയും എൻ്റെ വീട് പാലക്കാടാണ്. പക്ഷേ സ്വന്തം വീട് നീലേശ്വരമാണ്, പക്ഷേ പാലക്കാടാണ് എൻ്റെ വീടെന്ന് പറയും. പക്ഷേ നീലേശ്വര സ്ലാങ് ആയതുകൊണ്ട് ഒരുപാട് പേര് എന്നോട് ചോദിച്ചു, സ്ലാങ് എന്താ ഇങ്ങനെ, എവിടെയാണ് വീട് എന്നൊക്കെ ചോദിച്ചു. പക്ഷേ പാലക്കാട് എന്ന് പറയുന്നത് ഒരു പ്രത്യേക സ്ഥലമാണ്. അതായത് ഒരുപാട് കാര്യങ്ങൾ കാണാനും ഇതാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ, എൻ്റെ യൂട്യൂബ് വീഡിയോസിലൂടെ എൻ്റെ അനുഭവങ്ങൾ, ഈ പാലക്കാടിലെ ഓരോ യാത്രകൾ, പിന്നെ എൻ്റെ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസുകൾ, പിന്നെ എൻ്റെ കുഞ്ഞിൻ്റെ വിശേഷങ്ങൾ, അതൊക്കെ പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ യൂട്യൂബ് വീഡിയോ ഇടുന്നത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇത് പറയുന്നത് ഒരു ഇൻട്രഡക്ഷൻ മാത്രമാണ്. അതായത് എന്നെ പരിചയപ്പെടുത്തുക, ഞാൻ എവിടെയാണ്, ഞാൻ എന്താണെന്ന് നിങ്ങളിലൊന്ന് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. എനിക്കറിയാം ഒരുപാട് ആൾക്കാർ പറയും, ഇത് എന്തിനാ വെറുതെ ഇവൾ ഈ വീഡിയോസ് ഇടുന്നത്, എന്തിനാ. പക്ഷേ എന്താ പറയുക, വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും, അതായത് നമ്മളിൽ കഴിയുന്നത് എന്തെങ്കിലും ചെയ്യുക. അതായത് എനിക്ക് വേറെ ഒരു പുറത്ത് പോയി വർക്ക് ചെയ്യാൻ പറ്റില്ല. അതായത് കുഞ്ഞുവാവി ഉണ്ടായതുകൊണ്ട് പുറത്ത് പോയി വർക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഇതുപോലെ വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും എൻ്റേതായിട്ട് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ക്രിയേഷൻസ്, എൻ്റെ ഫുഡ് ഐറ്റംസ്, എൻ്റെ കുഞ്ഞുമായിട്ട് കളിക്കുന്നത്, അതായത് എന്തൊക്കെയോ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിൽ യൂട്യൂബ് തുടങ്ങിയത്. അപ്പോൾ ഒരുപാട് സപ്പോർട്ടും പ്രാർത്ഥനയും ഈ എൻ്റെ ചാനൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് ഹെൽപ്പും നിങ്ങളിൽ നിന്ന് എല്ലാവരും ഞാൻ നല്ലോണം പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോസിൽ അതായത് വലിയ കാര്യങ്ങളൊന്നല്ലാതെ അതായത് എന്നിൽ നിൽക്കുന്ന എൻ്റെ കുഞ്ഞുമായിട്ട് കളിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഏട്ടൻ്റെ കൂടെ, അല്ലെ ഹസ്ബൻഡിൻ്റെ കൂടെ, ഏട്ടൻ എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ പുറത്ത് പോകുമ്പോൾ അതിലൂടെ കാണുന്ന കാഴ്ചകൾ, പിന്നെ ഏട്ടനും കുഞ്ഞുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന നിമിഷം, പിന്നെ കുറച്ച് ഷോർട്സ് വീഡിയോസ്, ഇതൊക്കെ ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ്, പാട്ട് പാടാൻ ഇഷ്ടമാണ്. പാട്ട് പാടാൻ അത്രയും അറിയുന്നൊന്നുമില്ലെങ്കിലും ചുമ്മാ പാട്ട് പാടാം, അതിഷ്ടമാണ്. പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ ഇടയ്ക്കിടയ്ക്ക് വെറൈറ്റീസ് ഉണ്ടാക്കുക. അതായത് ഞാൻ വെറൈറ്റീസ് ഉണ്ടാക്കുന്നതിനേക്കാളും നല്ലോണം എൻ്റെ ഹസ്ബൻഡ്, അതായത് ഏട്ടൻ ഹോട്ടൽ മാനേജ്മെൻറ്റ് പഠിച്ച ആളാണ്. അപ്പോൾ ഏട്ടൻ നിറയെ വെറൈറ്റീസ്, ചിക്കൻ വെറൈറ്റീസൊക്കെ ഉണ്ടാക്കി തരും. അപ്പോൾ ഏട്ടനായിട്ട് സ്പെൻഡ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് നിങ്ങളുടെ വീഡിയോസിൽ, എൻ്റെ യൂട്യൂബ് വീഡിയോയിൽ ഷെയർ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അതായത് ഞാൻ എന്ത് ചെയ്യുമ്പോൾ നിങ്ങൾ
അതിന് എന്താ പറയുക, ഒരുപാട് സപ്പോർട്ട് ചെയ്യുക. അല്ലാതെ തെറ്റൊക്കെ കുറേ ഉണ്ടാവും, തെറ്റെന്ന് പറയുന്നത്. കാരണം എനിക്ക് പുതിയ വീഡിയോസ് ഇടണം, അറിയാത്ത കാര്യങ്ങൾ പഠിക്കണം, കുറേ എന്തൊക്കെയോ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇതൊക്കെ ചെറിയ പാട്ട് പാടുക, അതൊക്കെ ചെറിയ എനിക്ക് കഴിയുന്നത് പോലെ പാട്ട് പാടുക, ഡാൻസ് കളിക്കുക, കുഞ്ഞുമായിട്ട് കളിക്കുന്നത്, ഫുഡ് ഐറ്റംസ്, യാത്രകൾ, ഓരോരോ കാഴ്ചകൾ, അതൊക്കെയാണ് ഞാനിടാൻ ശ്രമിക്കുന്നത്. പാലക്കാട് ആയതുകൊണ്ട് തന്നെ നിറയെ കാഴ്ചകളാണ് ഇവിടെ കാണാനുള്ളത്. എൻ്റെ വീടിനടുത്ത്, എൻ്റെ വീട് പറയുന്നത് പാലക്കാട് പറളി എന്ന സ്ഥലത്താണ്. നിറയെ കാഴ്ചകളാണ് ഉള്ളത്. അപ്പോൾ അവിടെയൊക്കെ പോയി നിങ്ങൾക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു തരിക, ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ യൂട്യൂബിൽ ഓരോ കാര്യങ്ങളിടുക. പാലക്കാടിലെ ഒരു പ്രകൃതി രമണീയമായ കുറേ കാഴ്ചകളുണ്ട്. എൻ്റെ വീട്ടിനടുത്ത് തന്നെ കുറേ രസകരമായ കാഴ്ചകളുണ്ട്. അതൊക്കെ കാണിച്ചു തരാം. പിന്നെ എന്തൊക്കെയോ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഈ വീഡിയോ എന്ന് പറയുന്ന ഒരു ഇൻട്രഡക്ഷൻ മാത്രമാണ്, എന്നെ പരിചയപ്പെടുത്തുക. അതാണ് എനിക്ക് മെയിനായിട്ടുള്ളത്. അതായത് ഞാനിപ്പോൾ ഷോർട്സ് വീഡിയോസ് മാത്രം ഇടുന്നതായതുകൊണ്ട് ഞാൻ എന്താണെന്ന് ആർക്കും അറിയില്ല. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ എന്താണെന്ന് അറിഞ്ഞിട്ട് വേണം എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോസ് ഇടുന്നത്. എൻ്റെ സംസാരം, എൻ്റെ സ്ലാങ് ഒരുപാട് പേർക്ക് മനസ്സിലാവില്ല. കാരണം തനി നീലേശ്വരം ഭാഷയാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ ചിലർ പറയും എൻ്റെ ഭാഷ സംസാരിക്കുന്ന കേൾക്കാൻ നല്ല രസമാണ് പറയും. പക്ഷെ എന്നാലും ഞാൻ മാക്സിമം ഞാൻ പാലക്കാട് പോകുമ്പോൾ എൻ്റെ ഭാഷ കുറച്ച് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. എൻ്റെ ഏട്ടൻ പറയും നീ കുറച്ച് സ്ലാങ് മാറ്റണം, കാരണം പാലക്കാടാണ്, കുറച്ച് തനി മലയാളം സംസാരിക്കണം. പക്ഷെ എന്നാലും ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അത് നീലേശ്വരം ഭാഷയായിട്ട് തന്നെ വരും. പക്ഷെ അതാണ് എനിക്കിഷ്ടം. കാരണം നമ്മളെ ഭാഷ, നമ്മളെ നീലേശ്വരം ഭാഷ മറക്കാൻ പറ്റില്ലല്ലോ. എപ്പോഴും എല്ലാവരും പറയും. പക്ഷെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് നിൻ്റെ സംസാരം നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഒരു കുട്ടിത്തരത്തോടെയാണ് സംസാരിക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയോ അതാണ്. പാലക്കാട് വന്നിട്ട് ഞാൻ കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു, ഒരുപാട് പേരെ പരിചയപ്പെട്ടു. ജോലിക്ക് പോകുന്ന സമയത്ത് കുറേ ചേച്ചിമാരെ, ഏട്ടന്മാരെ, കുറേ ആൾക്കാരെ പരിചയപ്പെട്ടു. എല്ലാവരും എന്നെ ഭയങ്കര കാര്യമാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ കുഞ്ഞുവാവനെ നോക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ജോലി മതിയാക്കിയിട്ട് വീട്ടിലിരിക്കുന്നത്. പക്ഷേ ഈ കുറച്ച് കാലം കഴിഞ്ഞിട്ട്, അതായത് ഇപ്പോൾ ഈ വീട്ടിലിരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മളതായിട്ടുള്ള എന്തെങ്കിലും ചെയ്യുക, നമുക്ക് സന്തോഷം തരുന്ന, അതായത് വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് സന്തോഷം തരുന്നത് എന്തെങ്കിലും ചെയ്യുക. അതാണ് ഞാൻ ഈ യൂട്യൂബിലൂടെ കാണിക്കാൻ ശ്രമിക്കുന്നത്. എന്ത് പറയണമെന്ന് അറിയില്ല. കാരണം ഒരുപാട് നല്ല സന്തോഷമുണ്ട്. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ആ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടുക, അതായത് എൻ്റെ അനുഭവങ്ങൾ ഷെയർ ചെയ്തിട്ട് അവർക്കത് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂട്ടുക. പിന്നെ ഓരോരോ കാര്യങ്ങൾ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുക. അതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് ഈ യൂട്യൂബിലൂടെ ഞാൻ എല്ലാവർക്കും പറഞ്ഞു തരുന്നത്. ഇനി എല്ലാവരും വിചാരിക്കും എൻ്റെ കാസർഗോഡ് നീലേശ്വരത്ത് നിന്ന് പാലക്കാട് ഇത്ര ദൂരത്തേക്ക് വന്നു. അതിനൊക്കെ ഓരോ കഥകളുണ്ട്. അത് ഷെയർ ചെയ്യുക. എല്ലാ കാര്യം ഞാൻ എന്താണ്, എൻ്റെ ഫാമിലി, എൻ്റെ ഏട്ടൻ, എൻ്റെ എന്തൊക്കെയാണെന്നൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എല്ലാവരുടെ അനുഗ്രഹവും പ്രാർത്ഥനയും എൻ്റെ ഈ വീഡിയോയിൽ വേണം. എല്ലാവരുടെ സപ്പോർട്ടും വേണം. എന്തെങ്കിലും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ എൻ്റെ നിന്ന് എന്തായാലും സംഭവിക്കുക. കാരണം എനിക്ക് ഈ വീഡിയോസ്, അതായത് പുതിയ കാര്യങ്ങൾ ഈ വീഡിയോസ് ഇടുന്നത് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് ഒരുപാട് തെറ്റുകളുണ്ടാവും. പക്ഷെ അതൊക്കെ ക്ഷമിച്ചിട്ട് എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ കൂടെ നിൽക്കുക, എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്യുക. അതാണ് എനിക്ക് മാക്സിമം പ്രാർത്ഥിക്കുക. എൻ്റെ ചാനൽ കുറച്ച് മുന്നോട്ട് പോവുക, അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് വീഡിയോസ് ഇടണമെന്ന് ആഗ്രഹമുണ്ട്. ഒരുപാട് ഷോർട്സ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഗൈസ്, പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത് ചെറിയൊരു ഇൻട്രഡക്ഷൻ മാത്രമാണ്. കാരണം എന്നെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കാണാൻ ഒരു ആഗ്രഹം ഉണ്ടാവും. കാരണം ചെറിയ ഷോർട്സ് വീഡിയോസ് മാത്രം ഇട്ടിട്ട് എന്നെക്കുറിച്ച് ഒന്നും അറിയില്ല. അപ്പോൾ ഞാൻ എന്താണ്, എൻ്റെ വീട് എവിടെയാണ്, ഞാനൊക്കെ ആരൊക്കെയുണ്ട്, അപ്പോൾ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ വീഡിയോസ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എന്താ ചെയ്യേണ്ടത്, എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഈ പാലക്കാട് നാടിനെക്കുറിച്ച്, എൻ്റെ വീടിനെക്കുറിച്ച്, എൻ്റെ കുടുംബത്തെക്കുറിച്ച് എനിക്ക് എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്. കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. എന്തൊക്കെ പറയണമെന്ന് അറിയുന്നില്ല. കാരണം ഫസ്റ്റത്തെ വീഡിയോ അല്ലേ, അപ്പോൾ എന്തൊക്കെ ഞാൻ സംസാരിക്കണം എന്ന് അറിയുന്നില്ല.
നിങ്ങളോട് കുറേ കാര്യങ്ങൾ ഞാൻ പറയും. കുറച്ച് ഓരോ ദിവസവും ഞാൻ ഓരോ വീഡിയോസ് ഇടും. ഓരോ വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആ വീഡിയോസിനെ സപ്പോർട്ട് ചെയ്യുക, കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ ഫാമിലീസിൻ്റെ കൂടെ സന്തോഷമായി നിൽക്കുക. അപ്പോൾ ആ സന്തോഷമായിട്ട് നിൽക്കുമ്പോൾ എന്നിൽ കഴിയുന്ന എന്തെങ്കിലും എനിക്ക് ചെയ്യണമെന്ന് ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഈ യൂട്യൂബിൽ ഇങ്ങനെ ഒരു വീഡിയോസ് ഇൻട്രൊഡക്ഷൻ ചെയ്ത് ഒരു പുതിയൊരു സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരെയും പരിചയപ്പെടാൻ. അതായത് ഞാനിപ്പോൾ പരിചയപ്പെട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കാണാനും ഞാൻ എന്താണ്, ഞാൻ എവിടെയാണ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതിന് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ആ ഫുഡ് ഐറ്റംസിനെ കുറിച്ച് ഞാൻ വീഡിയോസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് വീഡിയോസിൽ ഫുഡ് ഐറ്റംസ് പറഞ്ഞാൽ നമുക്കറിയാം, പാലക്കാടത്തെ ഫുഡും കാസർഗോഡ് നീലേശ്വരത്തെ ഫുഡും ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പം ഇവിടുത്തെ പാലക്കാടത്തെ കുറച്ച് ആൾക്കാർക്കൊന്നും കാസർഗോഡത്തെ ഫുഡിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് പറയും അതെന്ത് സാധനം, അതെങ്ങനെ ഉണ്ടാക്കുക. അപ്പോൾ പുതിയ സാധനം, അതായത് കാസർഗോഡിലുള്ള എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് ഐറ്റംസ് കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. അതൊക്കെ ഭയങ്കര ഹാപ്പിയോടെ ഞാൻ പറയുന്നത്. കാരണം അങ്ങനെ പുതിയ ഫുഡ് ഐറ്റംസ് കാണിച്ചു തരാം. അതായത് പാലക്കാടും കാസർഗോഡും തമ്മിൽ ഒരുപാട് മാറ്റങ്ങളുണ്ട് ഫുഡ് ഐറ്റംസിൽ. ഇവിടുത്തെ ഫുഡേ അല്ല അവിടുത്തെ ഫുഡ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ ഈ ചെറിയ ഫുഡ് ഐറ്റംസ് ഞാൻ പരിചയപ്പെടുത്തി കൊടുക്കുക. അതിലൂടെ അതും കൂടിയാണ് ഞാൻ ഈ വീഡിയോസിൽ ഉൾപ്പെടുത്താൻ നിൽക്കുന്നത്. കുക്കിംഗ് നല്ലോണം അറിയില്ലെങ്കിലും കുറച്ച് അറിയാം. അപ്പോൾ ആ കുറച്ച് അറിയുന്ന കാര്യങ്ങൾ ഈ യൂട്യൂബിലൂടെ കാണിച്ചു തരാം. കുറച്ച് വെറൈറ്റീസ് കാര്യങ്ങൾ അതിലൂടെ കാണിച്ചു തരാം. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വെറൈറ്റീസ്, അതായത് ഏട്ടൻ ഒരുപാട് നല്ല ചിക്കൻ വെറൈറ്റീസ്, പുതിയ കാര്യങ്ങൾ അതൊക്കെ ചെയ്യും. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. അതൊക്കെയാണ് ഈ വീഡിയോസിലൂടെ ഞാൻ പറയുന്നത്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് എന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പോൾ എന്താ പറയുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക. ഇനി മുന്നോട്ടുള്ള യാത്ര നമുക്ക് കാണാം. ഓക്കെ, ബൈ.